ഹേ ഞാൻ ഇന്ന് എവിടെ പോകുന്നതെന്നറിയോ? നമ്മൾ കാഞ്ഞങ്ങാടിലെ എക്സ്ട്രാ ഹൈപ്പർ മാർക്കറ്റ് ഓപ്പൺ ആയിട്ടേ. സോ അടുത്തേക്ക് പോകുന്നില്ല ഇതിട്ടാ. ഇന്നലെ ഓപ്പൺ ഉണ്ടായിന്. സോ ഇന്നലെ ലാസ്റ്റ് വ്ലോഗ് കണ്ടാൽ മനസ്സിലാവും എൻ്റെത്. ഞാൻ ചുമ്മാ അടുത്തേക്ക് പോകാൻ കഴിഞ്ഞിട്ടാ. അതിന് ഭയങ്കര തിരക്കുണ്ടായിട്ടാ. ഓപ്പൺ ആണ് ആ ദിവസം ആയതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റിയിട്ടാ. തിരക്ക് കണ്ടിട്ട് പോകാൻ പറ്റിയിട്ടാ. സോ ഇന്ന് ചെറിയൊരു ആവശ്യം ഉണ്ടായിന്. കൂടെ എൻ്റെ ഉമ്മ ഉണ്ട് കേട്ടോ, ജുബിമ്മ ഉണ്ട്. സോ ഉമ്മാനെ കൂട്ടിയിട്ട് പോകുന്നില്ല ഇത്. കുറച്ച് സാധനം വാങ്ങാനുണ്ട്. അതേ കണക്ക് എന്തെല്ലാം സാധനം ഉണ്ട് നമുക്കറിയില്ലല്ലോ. അപ്പോൾ ജസ്റ്റ് കാണാമെന്ന് വിചാരിച്ചു. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. കുറച്ച് സംഭവം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ ഇതാ നേരെ കയറിയിട്ടാകുമ്പോഴത്തേക്ക് ഫുൾ ഇങ്ങനെ സ്നാക്സുള്ള ഐറ്റംസ്, മാഗി ആ ഐറ്റംസ് എല്ലാം ഉള്ളത് കേട്ടോ. ഇവിടെ ചെറിയ ചെറിയ ഓഫേഴ്സ് ഇട്ടിട്ടുണ്ട്. വലിയ ഓഫേഴ്സൊന്നുമല്ല, എന്നാൽ ചെറിയൊരു ഓഫേഴ്സെല്ലാം ഇട്ടിട്ടുണ്ട്. പിന്നെ നേരെ ഫ്രൂട്ട്സിൻ്റെ അവിടെ പോയി ഇത് വാങ്ങാനല്ല ഗൈസ്. പിന്നെ ഇങ്ങനെ ജസ്റ്റ് നോക്കിക്കൊണ്ട് പോകുന്നില്ല. ഇത് നമുക്കുള്ള ആവശ്യത്തിന് സാധനമെല്ലാം വേറെ വാങ്ങുന്നുണ്ടെങ്കിലും ഇങ്ങനെ ജസ്റ്റ് സൈഡിൽ പോകുന്നുള്ളത് കേട്ടോ. അപ്പോഴത്തേക്ക് എനിക്ക് ഇത് വാങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് നല്ല ചുമയത് കൊണ്ട് എടുക്കാൻ പോയിട്ടാ. പിന്നെ ചോക്ലേറ്റിൻ്റെ സെക്ഷനിൽ കയറിയത് അതേപോലെ റിട്ടേൺ വന്നിന് കേട്ടോ. വാങ്ങിയാൽ ശരിയില്ല എന്ന് പറഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് വന്ന്. പിന്നെ അത് നേരെ ഇങ്ങോട്ട് ജസ്റ്റ് കയറിയിട്ടാ അവിടെ ജസ്റ്റ് നോക്കി. പിന്നെ എന്താ പറയുക, ഇവിടെ ഫുള്ള് സോപ്പും അത് ഇതുള്ള സാധനം. അപ്പോഴത്തേക്ക് ഇവിടെ ഗ്യാസ് ഉണ്ട് കേട്ടോ. അതിന് നല്ല ഓഫറായിട്ട് തോന്നി. 2000 സംതിങ്, 2400 അങ്ങനെ എന്തോ ഉള്ള ഗ്യാസിൻ്റെ അടുപ്പെല്ലാം ഉണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഉമ്മ തടങ്ങിയിട്ടാ ഒന്ന് എടുത്തെടുത്ത് നോക്കാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല കാണാനുള്ള കുറച്ച് നല്ല രസം ഉണ്ടായിന്. നമുക്ക് ആടെ ഫസ്റ്റ് കയറിയപ്പാട് കുറച്ച് വലിയൊരു ഇൻട്രസ്റ്റ് ഒന്നും തോന്നിയില്ല, വലിയ സംഭവമായിട്ട് തോന്നിയില്ല. പക്ഷെ ഉള്ളിലായിട്ട് ബാക്കിയുള്ള സാധനമെല്ലാം കാണുമ്പോൾ എൻ്റെ പൊന്നെ കുറച്ച് നേരത്തേക്ക് ഉണ്ടല്ല നമുക്ക് ദുനിയാവൊന്നും കണ്ടിച്ച ഇങ്ങനെ നോക്കിച്ച് ഇങ്ങനെ ഒരു സാധനം നോക്കിയിട്ട് ഇങ്ങനെ ആശയം തന്നെ. അപ്പോഴത്തേക്ക് ഉമ്മ ഇങ്ങനെ പറയുന്നതിനാണ് ഇൻഷാല്ലാച്ചോ സ്വന്തം ഒരു പെര കാണാം, എന്നിട്ട് വേണം ഇങ്ങനത്തെല്ലാം ഓരോന്ന് വാങ്ങണം. അതിന് മുമ്പ് ഒന്നും വേണ്ട, ഇള്ളം കട അത് ഇതെല്ലാം നമുക്ക് ഇങ്ങനെ രക്ഷപ്പെട്ടാൽ മതി. എന്നിട്ട് വേണം ഒരു നല്ല പെര കെട്ടിച്ച് ഇങ്ങനത്തെ സാധനമെല്ലാം വാങ്ങണം എന്ന് പറഞ്ഞിട്ട് ഉമ്മക്ക് ഓരോന്ന് കാണുമ്പോൾ ഭയങ്കര കൊതിയാകുന്നുണ്ട് കേട്ടോ. ഉമ്മ ഇങ്ങനെ ഒരു സാധനം കൊണ്ടുവന്നിട്ട് അച്ചു ഇത് നോക്ക്, അച്ചു അത് നോക്ക് എന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷെ സങ്കടം തോന്നുന്നുണ്ടെങ്കിലും ഇൻഷാല്ല ഒരു ദിവസം ഉമ്മാക്കൊരു പെര കെട്ട്. എനിക്ക് ഭയങ്കര ഡ്രീമായിട്ടുള്ളത്, എൻ്റെ ചെറുതിലേ തൊട്ട് എനിക്ക് എൻ്റെ ഉമ്മാക്കൊരു പെര കെട്ടിക്കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഡ്രീമുള്ളത്. സോ അത് ഞാൻ തന്നെ കെട്ടിക്കൊടുക്കണം എന്നുള്ള ഭയങ്കര ആശയുണ്ട് കേട്ടോ. പക്ഷെ എപ്പോൾ സക്സസ് ആവുമെന്ന് ഒന്നും അറിയില്ല. പക്ഷെ ആ ഒരു ദിവസം ഉണ്ടാവും. ഇൻഷാല്ല വെയിറ്റ് ആക്കും. എത്ര കാലം പ്രശ്നമല്ല എൻ്റെ ഉമ്മാനെ ഒരു സ്വന്തം പെരക്ക്. ഉമ്മാക്ക് ഇങ്ങനെ എന്താ അറിയല്, ഇത്ര കഷ്ടപ്പെട്ടതിന് ഉമ്മ ജീവിക്കണം ഹാപ്പിയായിട്ട്. ഉമ്മ അവരൊരു ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ സന്തോഷിച്ചിട്ട് ഓരോ ദിവസം ഉറങ്ങണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഡ്രീമുണ്ട്. ഉമ്മ ഒന്ന് തന്നെ പറയുന്നത് ഇങ്ങനെ കടത്തുനിന്ന് രക്ഷപ്പെട്ടിട്ട് ഈ ഭാടകത്തിന് ഒഴിവായിട്ട് എങ്ങനെയെങ്കിലും ഒരു കുഞ്ഞു പെര, ഉമ്മക്ക് വലിയ കൊട്ടാരമൊന്നും ഇല്ല കേട്ടോ, ഇല്ല ചെറിയ പെര എങ്കിൽ പ്രശ്നമില്ല. പക്ഷേ എങ്ങനെയെങ്കിലും വാടകയിൽ നിന്ന് ഒഴിവായിട്ട് ഇങ്ങനെ സ്വന്തം പെരക്ക് വേണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആശയട്ടാ. അപ്പോൾ ഇൻഷാല്ല സക്സസ് ആവും. നമ്മൾ വെയിറ്റ് ആക്കണമല്ലോ. അങ്ങനെ നമ്മ ഉണ്ടല്ല എന്ത് സാധനം വാങ്ങുന്നില്ലെങ്കിലും ഫസ്റ്റ് റേറ്റ് നോക്കൂട്ടാ. അത് എന്തെന്ന് പറഞ്ഞിട്ട് അറിയില്ല, നമുക്ക് ഇങ്ങനത്തെ സാധനം വാങ്ങാത്ത കൊണ്ടോന്ന് അറിയില്ല. ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ സാധനത്തെ റേറ്റ് നോക്കാതെ വാങ്ങുന്നത് എന്തെന്നറിയില്ല. പോവും വാങ്ങിയിട്ട് വരും. പക്ഷേ ഞാനും എൻ്റെ ജുബിമ്മ പോകുന്നുണ്ടെങ്കിൽ എല്ലാത്തിനും റേറ്റ് നോക്കും. മറ്റേ ചില നോക്കും ഇല്ലയെന്നല്ല, പക്ഷേ ഇങ്ങനെ ജസ്റ്റ് നോക്കിയിട്ട് എനിക്ക് എന്തെന്നറിയില്ല, എനിക്ക് എല്ലാത്തിനും ഡ്രസ്സായെങ്കിലും ജസ്റ്റ് ഒരു ചോക്ലേറ്റ് ആയെങ്കിലും അത് ചെറുത് മുതലേ നമുക്ക് കഷ്ടപ്പെട്ടത് കൊണ്ടോയെന്ന് അറിയില്ല. ഓരോരോ സാധനം വാങ്ങുന്നുണ്ടെങ്കിലും റേറ്റ് നോക്കൂട്ടാ. ഭയങ്കര ഒരു നമുക്കിപ്പോൾ ഒരു എന്താ പറയുക, ചെറിയ സാധനമായിരിക്കും അത് 100 റുപ്യ കാണുമ്പോൾ എൻ്റെ പഠിച്ചോനെ 100 റുപ്യൊന്നും തോന്നും. പക്ഷേ എന്താ പറയുക, അത് എൻ്റെ ഈ ജുബിമാൻ്റെയൊക്കെ പോകുന്നുണ്ടെങ്കിൽ എൻ്റെ ഫാമിലിൻ്റെ അവരെ പോകുമ്പോൾ അത് ഭയങ്കര നമുക്ക് അങ്ങനത്തെ ഒന്നും വാങ്ങിയിട്ട് ശീലമില്ലാത്തതുകൊണ്ടായിരിക്കും. സോ എൻ്റെ പെരക്കായെങ്കിൽ ഇപ്പോൾ ഇക്കാൻ്റെ പെരക്കായെങ്കിൽ എനിക്കുണ്ടല്ല എന്തെന്നറിയില്ല, പോവും വാങ്ങും വരും. പിന്നെ ചെറിയ ചെറിയ സംഭവമെല്ലാം ഞാൻ റേറ്റ് നോക്കൂട്ടെ, ഇല്ലയെന്നല്ല. അങ്ങനെ ഡയറക്റ്റ് ബാണയത്തെ സാധനം വാങ്ങിയിട്ട് വരും ബഡ്ജറ്റ് അനുസരിച്ച്. പക്ഷെ മറ്റച്ചാൽ നമ്മൾ പോകുന്നുണ്ടെങ്കിൽ വാങ്ങില്ല. പക്ഷെ എല്ലാത്തിനും റേറ്റ് ഇങ്ങനെ നോക്കൂട്ടാ. റേറ്റ് നോക്കിയിട്ട് അത് പിന്നെ എടുക്കും. ഇവിടെ ഒരു കോമഡി ഉണ്ട്. എനിക്കൊരു ബാഗ് ഭയങ്കര ജസ്റ്റ് ഒരു ഇഷ്ടപ്പെട്ട് ഉമ്മ പറഞ്ഞ് ഈ ബാഗ് ഇതിൽ ഒരു കുറച്ച് കൊള്ളാൻ തോന്നിയതിന് ഞാൻ എടുത്തിട്ടാ. അപ്പോഴത്തേക്ക് അമ്മ ഫസ്റ്റ് ചോദിക്കും ഇത്ര ഉണ്ടാവും വെച്ചൊന്ന്. ഞാൻ അതിൻ്റെ റേറ്റ് നോക്കിയിട്ടാണ് വാങ്ങുന്നില്ലല്ലോ. പിന്നെ ബാക്കി എല്ലാത്തിനും റേറ്റ് നോക്കിയില്ല. പക്ഷേ ഇതിന് ഞാൻ റേറ്റ് നോക്കിയിട്ടാണ്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ എനിക്കൊരു ബാഗ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്നറിയാം, നല്ല രസമുണ്ട്. ഞാൻ കുറേ ആളെ
വാങ്ങിയത് കണ്ടിട്ടുണ്ട് ഈ ഒരു സംഭവം കുറേ ആളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. സോ ഇതിൻ്റെ റേറ്റ് കണ്ടിട്ടുണ്ടല്ലോ എൻ്റെ പൊന്നെ, അത് എനിക്ക് ആ റേറ്റിന് വേർത്തെന്ന് തോന്നിയിട്ടാട്ടോ. നല്ല ഉണ്ട്, ഇല്ല എന്നല്ല, കാണാൻ നല്ല രസമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എൻ്റെ റേറ്റ് കുറച്ച് ഓവറായോ എന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഉമ്മ റേറ്റ് കണ്ടിട്ട് എൻ്റെ പഠിച്ചോന് ഇത്ര ചെറിയതിന് ഇത്ര റേറ്റ് എന്ന് പറഞ്ഞിട്ട് എങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് അടുത്തേക്ക് വെച്ചെന്ന് അറിയില്ല കേട്ടോ. ഉമ്മക്ക് എന്താ പറയുക, ഉമ്മ പറഞ്ഞേ ആ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് എത്ര 10 ദിവസത്തിന് സാധനം വാങ്ങാനല്ലോ എന്നല്ല പറഞ്ഞിട്ട് ഉമ്മ തുടങ്ങിയിട്ടാ. പിന്നെ ഉമ്മൻ്റെ കേൾക്കണ്ടല്ലോ. പിന്നെ ഈടെ കാണുമ്പോൾ കുറച്ച് മനസ്സ് അങ്ങോട്ടും അങ്ങോട്ട് പോകുന്നുണ്ട്. എൻ്റെ അയ്യാനും അത് കണിക്ക് ഇച്ചൻ്റെ പിള്ളമാരെല്ലാം ഇങ്ങനെ, പക്ഷേ അതിൻ്റെ ഉള്ളിൽ കയറ്റെങ്കിൽ ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് ഇതാ ഇങ്ങനത്തെ ഈ സെക്ഷനിൽ വന്നിട്ടാകുമ്പോട്ടെ ശരിക്കും നമ്മളെ കിളി പോയത്. ഫുൾ സ്റ്റീലിൻ്റെത് എല്ലാ സൈഡ് പോയെങ്കിൽ എന്ത് രസം എന്നറിയോ, എന്തോ ഒരു രസം തന്നെ. ആടെ മറ്റേ ടൈപ്പായെങ്കിൽ ഇവിടെ ഫുൾ സ്റ്റീലിൻ്റെ ഒരു സെക്ഷൻ ഉണ്ട്. നല്ല ഇങ്ങനെ ക്യൂട്ടായിട്ടുള്ള ചെറിയ ഐറ്റംസ്. നല്ല എനിക്ക് ഉമ്മക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചെറിയ സാധനത്തിനല്ല. ഈ ചെറിയ സാധനം എവിടെ കാണുന്നത് അപ്പാടെ എന്തില്ലെങ്കിലും നോക്കാൻ തുടങ്ങും കേട്ടോ. പിന്നെ ജഗ്ഗിന് അങ്ങനെയുള്ള നോക്കിക്കൊണ്ടുള്ളത് നിങ്ങൾ കാണുന്നുണ്ടാവും. ഞാൻ ഫോക്കസ് ആക്കുന്നുള്ളത് റേറ്റിനെ മാറ്റം. പക്ഷേ എൻ്റെ പൊന്നെ ഇങ്ങനെ കാണാൻ അവർ നീറ്റായിട്ട് വെച്ചതിനും പക്ഷെ നമുക്ക് എടുത്തിട്ട് വാങ്ങാൻ തോന്നും കേട്ടോ. അത്രയും നീറ്റ്, അത്രയും നല്ല രസമുണ്ട് കാണാൻ. സോ ഞാൻ ഉമ്മനോട് ഇങ്ങനെ ഒരു കഥ പറയുന്നുണ്ടായത് കേട്ടോ. നോക്കി ഉമ്മ സ്റ്റീലിലുള്ള നമ്മളെ പെരക്കൽ സ്റ്റീലിൽ തന്നെയാണ് കേട്ടോ കഴിക്കുന്നുള്ളത്. ഇത് ഉണ്ട് മറ്റേ ചില സ്റ്റീലിൽ തന്നെയാണ് കഴിക്കൽ. അപ്പോഴത്തേക്ക് എന്താ പറയുക, നമ്മളെ നാട്ടിലല്ലോ ഇത്ര പൈസ ഒന്നും ഇല്ല കേട്ടോ. ശരിക്കും ഞമ്മളെ മംഗലാപുരത്ത് ഇത്ര സ്റ്റീലിനല്ല ഇത്രയൊന്നും പൈസയില്ല. ഇത് നല്ല രസമില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടാ. നമ്മളെ നാട്ടിൽ ഇതിൻ്റെ പകുതി പൈസ, 1/4 ഭാഗം ആ പൈസ ഉണ്ടാവും കേട്ടോ. ഇവിടെ ഭയങ്കര റേറ്റായിട്ട് നമുക്ക് സ്റ്റീലിൻ്റെ നോക്കുമ്പോൾ ഭയങ്കര റേറ്റായിട്ട് തോന്നി. എന്താ വെച്ചെങ്കിൽ നമ്മൾ യൂസ് ആക്കുന്ന സാധനമല്ല, നമ്മുടെ നാട്ടിൽ വാങ്ങുന്ന സാധനമല്ല. സോ ഇവിടെ നോക്കിയിട്ടാകുമ്പോൾ കുറച്ച് റേറ്റ് കൂടിപ്പോയി എന്ന് തോന്നി. പക്ഷെ കാണാൻ നല്ല നല്ല രസത്തിന് സാധനം ഉണ്ട് കേട്ടോ. നമ്മൾ നാട്ടിൽ വാങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ ഈടുന്നൊരു 10,000 രൂപേൻ്റെ സാധനം ഒരു 5 എണ്ണം വാങ്ങുന്നുണ്ടെങ്കിൽ നമ്മളെ നാട്ടിൽ 10,000 സാധനം വാങ്ങിയെങ്കിൽ ഒരു 100 എണ്ണം വാങ്ങുക, അത്ര റേറ്റ് വ്യത്യാസമുള്ളൂ ഗൈസ്. പിന്നെ ഉമ്മ ഇതൊരു കാണിച്ചിട്ട് ഇത് എന്തൊരു ജഗന് എന്തൊന്നും മനസ്സിലായിട്ടാട്ടോ. ശരിക്കും പറഞ്ഞാൽ ഓയിൽ ജഗനെന്ന് തോന്നുന്നു. പിന്നെന്താ ഇതെല്ലാം കാണാൻ എന്ത് രസമല്ലേ. എന്തൊരു വാങ്ങ്. ഉമ്മ ഒന്നൊന്ന് അച്ചു ഇത് നോക്ക്, അച്ചു അത് നോക്കുക, ഇത് കണ്ട. എനിക്ക് ഇങ്ങനത്തെ ചെറിയ പാത്രത്തോട് എന്നും അറിയില്ല എന്തോരിഷ്ടം. അങ്ങനത് നമ്മൾ അധികം സ്പെൻഡാക്കിയതെന്ന് പറഞ്ഞെങ്കിൽ ഈ ഒരു സെക്ഷൻ കേട്ടോ, ഈ സ്റ്റീലുള്ള ആ സെക്ഷനിലാണ് നമ്മൾ കുറേ നേരം ടൈം സ്പെൻഡാക്കിയത്. സോ അത്രയും ഐറ്റംസ് ഇതാ ഈ ടിഫിനെല്ലാം കാണുമ്പോൾ പണ്ട് ഉസ്താദിന് നമ്മുടെ നാട്ടിലെല്ലാം ഇപ്പോഴത്തെ ഉസ്താദ് അതിനല്ല കേട്ടോ. പക്ഷെ നമുക്ക് ഉസ്താദിനവർക്ക് ഇങ്ങനെ ടിഫിൻ കൊടുത്ത ഒരു ഫീൽ കേട്ടോ. അങ്ങനെ അതേ ടൈപ്പുള്ളതല്ലേ. സോ നമ്മൾ പറഞ്ഞത് ഉസ്താദിന് കൊടുക്കുന്ന ഇതല്ലേ. അപ്പം ഉസ്താദിന് മധുരം കൊടുക്കുന്നത് നമുക്ക് കൊണ്ടുപോയിക്കൂടെ എന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ. പിന്നെ എന്താ ഉമ്മക്ക് ഇത് ഇഷ്ടപ്പെട്ട് അച്ഛ കണ്ട സ്റ്റീലിൻ്റെ ഇത് എന്നല്ല പറഞ്ഞിട്ട് നമ്മൾ വേറെ എരുമീൻ്റെതല്ല. അപ്പോൾ കണ്ട സ്റ്റീലിൻ്റെതെങ്കിൽ അൻപേയില്ല നമ്മൾ ആയിക്കോട്ടെ എല്ലാത്തിനും നമ്മൾ ആയിക്കോട്ടെ എന്നല്ല പറഞ്ഞിട്ട് തലക്കുന്നത്. എന്നിട്ട് ഉമ്മ ഇത് വാങ്ങണച്ചോ, അത് വാങ്ങണം എല്ലാം ഉമ്മ ഫുള്ള് സെറ്റാകുന്നില്ല കേട്ടോ. പെര കെട്ടുന്നപ്പോൾ ഒന്നും അറിയില്ല. പക്ഷെ ഉമ്മ വെൽ പ്ലാനഡ്, അത് വാങ്ങണം ഇത് വാങ്ങണം എന്നല്ല പറഞ്ഞിട്ട് എന്തോരം ഉമ്മ തന്നെ ഇങ്ങനെ ഉമ്മക്ക് ഇതേ കാണിക്കാൻ. എല്ലാ ഉമ്മമാർക്കുള്ള അവസ്ഥ തന്നെ അല്ലേ. ഇങ്ങനത്തെ ഒരു സംഭവത്തിൽ ഇട്ട് കൊടുത്തെങ്കിൽ ഇനി 1,00,000 കൊടുത്തെങ്കിൽ അത് തെയ്യില്ല കേട്ടോ. ഇതൊന്ന് ചില്ലറ പൈസ എന്ന് പറഞ്ഞിട്ട് ഇതാക്കും. പക്ഷെ എന്ത് പറയല്ലേ, അങ്ങനെ കാണുമ്പോൾ ഇപ്പം ഞാനൊരു തള്ള വൈബായത് കൊണ്ടൊന്നും അറിയില്ല. സോ നമ്മൾ തള്ള ആയല്ലോ, അതുകൊണ്ട് ഇങ്ങനത്തെ ഇതിനെല്ലാം ഭയങ്കര എമ്മക്കും ഒരു ഇഷ്ടമുണ്ട് കേട്ടോ. പിന്നെ ഇതൊരു സംഭവം കണ്ട്, ഇത് ശരിക്കും വെള്ളം കുടിക്കുന്നത് തന്നെയാണ് പിള്ളമാർക്ക്, അല്ല വേറെ എന്തോന്ന് എനിക്കറിഞ്ഞിട്ടാട്ടോ. അതിന് ഇപ്പുറമല്ല കുറേ എന്തെല്ലാം കണ്ടിട്ടപ്പോൾ ഒന്നും മനസ്സിലായിട്ട് ഇതെല്ലാം എന്തിനു യൂസ് ആക്കുന്നത് ഞാനല്ല കാണുന്നത് ഫസ്റ്റ് കേട്ടോ. ഇത് കണ്ടിട്ടുണ്ട് പക്ഷേ എന്തിനു യൂസ് ആക്കുന്നത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടാ. ഈ ഗ്ലാസ് ഞാൻ ചിന്തിച്ചതിന് പിള്ളമാർക്ക് കൊടുക്കുന്നതായിരിക്കും, അല്ല വേറെ എന്തെങ്കിലും യൂസ് ആക്കുന്നത് എനിക്കറിയില്ല കേട്ടോ, ശരിക്കും അറിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ഉള്ള ഐറ്റംസിനടെ ഈ ബക്കറ്റും മാച്ചി മഫ് അത് ഇല്ലതെല്ലാം ആ സ്ഥലത്തേക്ക് എത്തിയിട്ടാണ്. അപ്പോഴത്തേക്ക് ഭയങ്കര റേറ്റായിട്ട് കുറച്ച് റേറ്റായിട്ട് ഞങ്ങൾക്ക് തോന്നി. സോ എന്തെന്നറിയില്ല. പിന്നെ ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസിനെല്ലാം കുറവുണ്ട് കേട്ടോ, എല്ലാത്തിനും കൂടുതലൊന്നുമല്ല. ഓരോ ഐറ്റംസിന്
കുറച്ചുണ്ട്. സോ എന്താ പറയല്, അങ്ങനെ ഇതെല്ലാം നോക്കി ഇടുന്ന് ഉമ്മക്ക് ഒരു മാച്ച്, എൻ്റെ ഉമ്മക്ക് എൻ്റെ ഫാമിലിയിൽ എന്തെന്നറിയില്ല, ഗാല എന്ന് പറയുന്ന ഒരു മാച്ചുണ്ട്. അത് ഭയങ്കര ഇഷ്ടം കേട്ടോ. അത് ഉമ്മ പറയാം, അത് അവർ പെരക്കാൻ തന്നെ യൂസ് ആക്കുമെന്ന് തോന്നുന്നു. അത് നല്ല രസമുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത് നമ്മൾ ഇതുവരെ ഗാല പറയുന്ന മാച്ച് വാങ്ങണം. അതിൽ എന്ത് സംഭവം ഉള്ളതെന്ന് നോക്കണമല്ലോ. പിന്നെ എന്താ അറിയില്ലേ, ഇത് ഈ എന്നെ കാണിക്കുക ഇങ്ങനെ റേറ്റെല്ലാം നോക്കി നോക്കി വാങ്ങുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കമൻ്റ് ആക്കാം കേട്ടോ. സോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, അത് മെയിനായിട്ട്. പിന്നെ നമ്മൾ നേരെ ഇങ്ങോട്ട് എത്തിയിട്ട് ലാസ്റ്റ് കുറച്ച് സ്നാക്സ് വാങ്ങാനുണ്ടായിന്. അത് വാങ്ങാൻ നേരെ വന്നിട്ടുണ്ടായിന്. ഇവിടെ കുറച്ച് ബേക്കറി ഐറ്റംസ് ഉണ്ട്. സോ അതും വാങ്ങിയിട്ട് അത് വേറെ സൈഡ് ബില്ലാക്കിയിട്ട് നെക്സ്റ്റ് വാങ്ങിയതല്ല ഇങ്ങോട്ട് ബില്ലാക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താ പറയലേ, പിന്നെ എഴുതുന്ന നമ്മൾ നേരെ ഇതിൻ്റെ തൊട്ടിപ്പുറമല്ലേ ശോഭിക. സോ ആടത്തേക്കൊന്ന് കയറി നോക്കി. എന്താ വെച്ചെങ്കിൽ ഇന്ന് ഉപ്പാൻ്റെ ഉമ്മാൻ്റെ ആനിവേഴ്സറി. സോ ഇക്കാൻ്റെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെത് കേട്ടാ, ജുബിമാൻ്റെ അവരതല്ല. സോ എന്താ പറയുക, അപ്പോഴത്തേക്ക് ഉമ്മക്ക് എന്തെങ്കിലും വാങ്ങാമെന്ന് വെച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ട് പോകുന്നില്ല ഇത്. അപ്പോൾ എന്ത് വേണമെന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ നമ്മൾ ചുടിദാർ അങ്ങനെ വാങ്ങുന്നത്. അപ്പോൾ ഉമ്മ അധികം എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ചുടിദാറെല്ലാം ഇടും. അപ്പോൾ വിചാരിച്ച് കുറച്ച് നല്ല നോക്കിയിട്ട് എന്താ പറയുക ഇത് വാങ്ങാമെന്ന്, മാക്സി വാങ്ങാമെന്ന് വെച്ച് കുറേ നേരം നോക്കി. അതിനിടയിൽ ഉമ്മ അയാൻ്റേത് ബേർഡ് ആയല്ലേ. സോ അപ്പോൾ ഇത് എപ്പോൾ പോസ്റ്റ് ആവുമെന്ന് എനിക്കറിയില്ല. 28-ന് അയൻ്റെ ബർത്ത്ഡേ കേട്ടോ. സോ അപ്പോഴത്തേക്ക് ഉമ്മ അയനക്ക് ഡ്രസ്സ് നോക്കാമെന്ന് പറഞ്ഞിട്ട് പോയി. പക്ഷെ അവിടെ പാങ്ങുണ്ടായിട്ടാ എന്നറിയില്ല, ഇഷ്ടപ്പെട്ടിട്ടാ. സോ അതുകൊണ്ട് അത് അവിടെ വെച്ചിട്ട് നേരെ ഉമ്മാക്ക് മാക്സ് വാങ്ങാൻ വന്ന്. ഞാൻ കൈ ഫസ്റ്റ് വെച്ചിട്ട് അത് നല്ല ഉണ്ടായിട്ടില്ല. ഞാൻ അത് തന്നെ വാങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല, അത് കഫ്താന്. പിന്നെ ഉപ്പ ഓടിക്കില്ല ഉമ്മാനെ. പിന്നെ അതുകൊണ്ട് അത് അവിടെ തന്നെ വെച്ചിട്ട് പിന്നെ ഇതെല്ലാം നോക്കുന്നുണ്ട്. എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. എനിക്ക് ഒരു ഇഷ്ടപ്പെട്ടതെല്ലാം എക്സല് എന്ത് സെലക്ഷൻ എന്നറിയോ. അതേക്ക് എനിക്ക് ലാർജ് ചെയ്താൽ ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് വാങ്ങാൻ പറഞ്ഞു ഉമ്മ എന്നെ പുറത്തിടിയില്ല, ഇടും. ഇത് ഞാനെല്ലാം ഇടുന്നപ്പോൾ എനിക്ക് ഇത് മാക്സ് തന്നെ കേട്ടോ, നല്ല രസമുണ്ട്. കാരണം ഞാൻ ചോദിച്ചു വാങ്ങാമെന്ന്. സോ അങ്ങനെ കുറേ ഇതിൻ്റെ ശേഷം എന്താ പറയുക, ഈ ഒരു മാക്സി എടുത്തിട്ടുണ്ട്. നല്ലൊരു മസ്ലിൻ ടൈപ്പുള്ള തുണി കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ. സോ അവിടെ ഉമ്മാൻ്റെ സൈസ് ആണ് മാക്സിന് കളക്ഷൻ കുറവുണ്ടായത്. സോ അതിലിഷ്ടപ്പെട്ടത് ഇതൊന്നായതുകൊണ്ട് ഇത് വാങ്ങിയിട്ടാണ്. എന്നിട്ട് നേരെ ബില്ലാക്കാൻ വന്ന്. പിന്നെ എന്താ പറയലേ, ഇനി ഉപ്പാക്ക് എന്തെങ്കിലും വാങ്ങണം, സ്പ്രേ അങ്ങനത്തെ ഉപ്പാക്ക് ഫേവറേറ്റ്. ഉപ്പാക്ക് എന്തില്ലെങ്കിലും സ്പ്രേ മസ്റ്റ്, ബോഡി സ്പ്രേ ആയെങ്കിലും മറ്റേ സ്പ്രേ ആയെങ്കിലും എല്ലാം ഉപ്പാക്കിങ്ങനെ ഉപ്പ 3-4 ഒന്നിച്ച് വേണമെങ്കിലും ഇടും. ഉപ്പാക്ക് അത്രയ്ക്ക് ഇഷ്ടം. സോ വേറൊന്നും വാങ്ങണ്ട, സ്പ്രേ തന്നെ വാങ്ങാമെന്ന് പറഞ്ഞിട്ട് ഫിക്സ് ആയിട്ടാ. പിന്നെ ഉമ്മാക്കും ജുബിമാക്കും അതിനൊരു സാധനം വാങ്ങാനുണ്ടായിന്. അതും തപ്പിട്ട് പോയിട്ട് ആടെ ഉണ്ടായിട്ടാ. വേറൊന്നുമല്ല, നമ്മളെ ദോശക്കല്ല് ഉണ്ടല്ലോ, ഉമ്മയുടെ ദോശക്കല്ല്. ഞാൻ 2ാമത്തെ പ്രാവശ്യം, ഫസ്റ്റ് പ്രാവശ്യം എന്താ ദുബായി പോകുമ്പോൾ കൊണ്ടുപോയത് കേട്ടോ. അതുകൊണ്ട് ഉമ്മക്ക് നോൺ സ്റ്റിക്കിൽ തന്നെ ആക്കുന്നുണ്ട്. കുറേ ആയി ഉമ്മ പറയുന്നത്. ഞാൻ എന്നെ ദുബായിൽ നിന്ന് വന്നിട്ട് 2 കൊല്ലം 3 കൊല്ലം അങ്ങനെ എന്തോ ആയി. സോ ഉമ്മ അപ്പം പറയാൻ തുടങ്ങിയത് ദോശക്കല്ല് വേണമെന്ന്, അവർ നോൺ സ്റ്റിക്കിലാക്കിക്കൊണ്ടുള്ളത് കേട്ടോ. സോ അതും വാങ്ങിയിട്ട് നേരെ വിട്ട് എവിടെ ഇനി ഉപ്പാക്ക് സ്പ്രേ വാങ്ങണ്ടേ. ഒരു നിത ക്ലോസ് ആക്കിയിട്ടുണ്ട്, പുതിയ നിത പെർഫ്യൂം ഓപ്പൺ ആകുന്നുണ്ട്. വേറെ ഏടെയല്ല കേട്ടോ, നമ്മളെ ഈ മറ്റേ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെ ഉള്ളത് നിത പെർഫ്യൂമിൽ. നമ്മൾ പോകുമ്പോൾ ഇവിടെ റഷ് കണ്ടിട്ടാകുമ്പോഴത്തെ ഒന്ന് ഓപ്പൺ ആയിരിക്കും, അന്ന് ആടെ പോവാം, ഈ തിരക്കിൽ പോകണ്ടെന്ന് വിചാരിച്ച്. പക്ഷെ ആടെ ഇവരത് ഈ ബ്രാഞ്ച് ഓപ്പൺ ആകുന്നത് കൊണ്ട് ആടെ ക്ലോസ് ആക്കിയിട്ടാ. അങ്ങനെ ഈടെ വന്നിട്ട് എത്ര എണ്ണം ഉണ്ട്, എല്ലാത്തിൻ്റെ ഇത് നോക്കിയിട്ടാ, എല്ലാത്തിനും മണം നോക്കി. ഇഷ്ടപ്പെടുന്നില്ല. കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ സ്പ്രേൻ്റെത്. അതേ കണക്കെ ബോഡി സ്പ്രേ അങ്ങനത്തെ ഇങ്ങനത്തെ കുറേ എന്തെല്ലാം ഉണ്ട്. നമുക്ക് പിന്നെ ഇതിനെക്കുറിച്ച് അറിയില്ല, ഉപ്പാക്കെല്ലാം അറിയാം. അതുകൊണ്ട് എന്താ പറയില്ലേ, ഉപ്പാക്ക് ഇഷ്ടപ്പെടുകയോ എന്നറിയില്ല. പക്ഷെ എല്ലാത്തിനും മണം ഈ എല്ലാം നോക്കിയിട്ട് ഒന്നും തിരിയുന്നില്ല കേട്ടോ. കുറേ എണ്ണം ഇതാക്കി നോക്കി, ട്രയൽ എല്ലാത്തിൻ്റെ സ്മെല്ല്, ഇങ്ങനെ എല്ലാത്തിൻ്റെ സ്മെല്ല് നോക്കാൻ തരുന്നുണ്ടായിരുന്നു കേട്ടോ. എന്താ പറയലേ, ഇഷ്ടപ്പെടുന്നില്ല. ഈ ചെണ്ടല കുറേ നേരം എൻ്റെ ബാക്കിൽ ഉണ്ടായിരുന്നു. എന്ന് വെച്ചെങ്കിൽ അത്രയും ഞാൻ ഇല്ലെങ്കിൽ ഞാൻ ഉണ്ടല്ല നമ്മളെ കാര്യത്തിനെങ്കിൽ ജസ്റ്റ് നോക്കി ഓക്കെ പാക്കാക്കിക്കോന്നറിയും. പക്ഷെ ഉപ്പക്കായത് കൊണ്ട് ഉപ്പക്ക് ഇഷ്ടപ്പെടാനല്ല, ഉപ്പക്ക് നല്ല മണം വേണം. അതായത് ഇങ്ങനെ കുറേ മണക്കണം ഉപ്പാക്ക്. സോ അതുകൊണ്ട് അങ്ങനെ കുറേ കഴിഞ്ഞിട്ട് അവർ നമുക്കിത് തന്നിട്ടാ, എന്താ പറയുക പേട തന്ന്. പിന്നെ എന്താ പറയുക
അതിനിടയിൽ ഇവർക്ക് ഫോട്ടോസ് എല്ലാം എടുക്കാനുണ്ടായിരുന്നു കേട്ടോ, വീഡിയോസ് എല്ലാം. അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് നേരം ആ സൈഡിലെല്ലാം നിന്ന് പിന്നെ ഒന്ന് ഓക്കെ ആക്കിയിട്ട് അവർ തന്ന്. പാക്കിങ് അടിപൊളിയിട്ടാ. ഈ പാക്കിങ്ങിന് 100 രൂപ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ അന്നത്തെ ദിവസം ഫ്രീ ആയിട്ട് കിട്ടി. പിന്നെ ഇതാണ് കേട്ടോ ഇത് ഈ ഒരു സംഭവം. നല്ല രസമുണ്ടായിരുന്നു പാക്കിങ്. ഇതും വാങ്ങിയിട്ട് നമ്മൾ നേരെ പെരക്കെ പോയി ഗൈസ്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ബൈ.